വീണ്ടും വാർത്തകളിലേക്ക്. മതേതര ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാണ് നിർബന്ധിത മതപരിവർത്തനമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന ഇത്തരം ഗൂഢനീക്കങ്ങൾക്കെതിരെ അണിചേരണമെന്നും സമസ്ത ജമിയത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് SMK തങ്ങൾ അഭിപ്രായപ്പെട്ടു. ചൂലൂർ മഹല്ല ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദാറുൽ ഇഹ്സാൻ അറബിക് കോളേജ്, നിഫ്താലുൽ ഉലൂം മദ്രസ എന്നിവയുടെ മീലാദ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടൊപ്പം മഹലിലെ ദീർഘകാല പ്രവർത്തകരായ PK അബ്ദുറഹിമാൻ മാസ്റ്റർ, MK സെയ്ദ് മുഹമ്മദ് ഹാജി എന്നിവരെ ആദരിക്കുകയും ചെയ്തു. ആദരിക്കൽ എന്ന് പറയുന്നത് ഇത് മുമ്പേ മുതൽ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രവണതയാണ്. അൽഹംദുലില്ലാഹ്, അതൊരു നല്ല കാര്യമാണ്. വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മക്ക് എപ്പോഴും നന്മയായിരിക്കും പ്രതിഫലം. അപ്പോൾ ഓരോരുത്തരും അധ്വാനത്തിന്റെ രീതി അനുസരിച്ചായിരിക്കും അതിന്റെ റിസൾട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് സേവനങ്ങൾ ദീർഘകാലം ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് മനസ്സിലായി ആയതുകൊണ്ട് അതിന് എന്തെങ്കിലും ഉണർത്തുന്ന പരിപാടി അത് മുൻപേ മുതൽ പരിപാടികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ തന്നെ കഅബ് ഇബ്നു സുഹൈർ ഇസ്ലാമിന്റെ വിരുദ്ധമായി പ്രവർത്തിച്ചിരുന്നവരാണ്. കഅബ് ഇബ്നു സുഹൈർ നബിയെ കുറിച്ചും അതേപോലെ തന്നെ മറ്റുള്ള അനുചരന്മാരെ കുറിച്ചും ഒരുപാട് അപകീർത്തിപ്പെടുത്തുന്നതായ ഗാനങ്ങളും അതേപോലെ തന്നെ പദ്യങ്ങളും ഒക്കെ ചെല്ലുന്ന ഒരാളാണ് കഅബ് ഇബ്നു സുഹൈർ. മഹല്ല് പ്രസിഡന്റ് MK ഹുസൈൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി VA ഇസ്മായിൽ, മഹല്ല് ഖത്തീബ് മുഹമ്മദ് ദാരിമി, അബ്ദുറഹിമാൻ മാസ്റ്റർ, MK സെയ്ദ് മുഹമ്മദ്, VM ഹുസൈൻ, PP മുസ്തഫ മൗലവി, MK മൊഹീദ്ദീൻ, അബൂബക്കർ സഅദി, റഷീദ് ഹസനി, ബാപ്പു വലപ്പാട്, അബ്ദുറഹിമാൻ വാഫി, MA മൻസൂർ, KM ഹൈദ്രോസ് കുട്ടി, PK വീരാൻകുട്ടി തുടങ്ങിയവരും സംസാരിച്ചു. ചെലങ്ങാട് സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷം സമാപിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി അമ്പെഴുന്നള്ളിപ്പ്, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവ ഉണ്ടായിരുന്നു. രാത്രി 10 മണിയോടെ വിവിധ വിഭാഗങ്ങളുടെ അമ്പെഴുന്നള്ളിപ്പുകൾ പള്ളിയങ്കണത്തിൽ എത്തി. തുടർന്ന് വെടിക്കെട്ടും ഉണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ പ്രസുതന്തി വാഴ്ച, തുടർന്ന് ആഘോഷമായ തിരുനാൾ കുർബാന, തിരുനാൾ പ്രദക്ഷിണം എന്നിവയും ഉണ്ടായിരുന്നു. എടത്തിരുത്തി പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി ക്ലസ്റ്റർ പദ്ധതി പ്രകാരം നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. 12-ാം വാർഡിൽ കോലാന്തര ജോളി സുനിൽകുമാറിന്റെ പുരയിടത്തിൽ നടത്തിയ വിളവെടുപ്പ് എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. തക്കാളി, വഴുതന, കയ്പ മുതലായവയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഹരി, വാടങ്കം ചന്ദ്രബാബു, ഗീത മോഹൻദാസ്, കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മായിൽ, ക്ലസ്റ്റർ കൺവീനർ അനീഷ് കുമാർ, മോഡറേറ്റർ ശ്രീരാജ് തോട്ടാരത്ത്, ഷിനി രാകേഷ് തുടങ്ങിയവരും സംസാരിച്ചു. വലപ്പാട് കോതകുളം ബീച്ച് റോഡിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയുടെ മുൻഭാഗത്തെ ഗ്ലാസുകൾ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തു. CPM മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ PA രാമദാസിന്റെ മകനായ പുനക്കൽ റാലിന്റെ ഉടമസ്ഥതയിലുള്ള ലോറിയുടെ ഗ്ലാസാണ് ഇക്കഴിഞ്ഞ രാത്രിയിൽ തകർത്തിട്ടുള്ളത്. 15 ദിവസത്തോളമായി ഇവിടെ നിർത്തിയിട്ടുള്ള ലോറിയുടെ ഗ്ലാസ് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ കല്ലെറിഞ്ഞ് തകർക്കുകയായിരുന്നുവെന്ന് റാലിൻ പറയുന്നു. പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ വലപ്പാട് പോലീസ് അക്രമികൾ ഗ്ലാസ് തകർത്തതിന് ഉപയോഗിച്ച കല്ല് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. സംസ്കാര സാഹിതിയുടെ പുരസ്കാരം മുൻ MP PT തോമസിന് സമർപ്പിച്ചു. ജനകീയ നേതാക്കളോട് കോൺഗ്രസ് കാണിക്കുന്ന നീതികേട് അവസാനിപ്പിക്കണമെന്ന് ചെറിയാൻ ഫിലിപ്പ്. MSM ജില്ലാ പഠന ക്യാമ്പ് കയ്പമംഗലം കൊപ്പക്കിളത്ത് നടന്നു. ചന്ദ്രാപ്പിനി പെരുമ്പടപ്പ് ഈസ്റ്റ് UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.